ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ഇരുമ്പ് പൈപ്പും മരവടിയും ഉപയോഗിച്ച് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിലായി. ഒളിവിൽ പോയ എടവണ്ണ സ്വദേശികളായ പുത്തൻവീട്ടിൽ വഫീദ്, പുതുക്കോടൻ വിജീഷ്, തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി അമൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ കൊളപ്പാടൻ നിസാമിന്റെ കൂട്ടാളികളാണ് പിടിയിലായവർ. മമ്പാട് സ്വദേശി കാമ്പ്രത്ത് ഷാജഹാനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ഫെബ്രുവരി 18 രാത്രി 10:30ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. എടവണ്ണയിൽ ഫർണിച്ചർ ഷെഡ് നടത്തുന്ന ഷാജഹാനെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കാറിലെത്തി ആക്രമിക്കുകയായിരുന്നു. ഇരുമ്പ് വടികൊണ്ടുള്ള മർദ്ദനത്തിൽ ഷാജഹാന്റെ ഇരു കാലുകളുടെയും എല്ലുകൾ തകർന്നു. സംഭവം നടക്കുന്നതിന് 4 ദിവസം മുൻപ് ഷാജഹാന്റെ ബന്ധുവിനെ വഫീദും വിജീഷും ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഷാജഹാൻ മുൻകൈയെടുത്തതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് ഗുണ്ടാ നേതാവ് നിസാമിന്റെ സഹായത്തോടെ ഷാജഹാനെ വകവരുത്താൻ പ്രതികൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. കൊടുവള്ളിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ CI G പ്രൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുലർച്ചെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഈ കേസിലെ പ്രധാന സൂത്രധാരനായ കൊളപ്പാടൻ നിസാം നിലവിൽ ഷൊർണൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, എടവണ്ണയിലെ റിദാൻ ബാസിൽ വധക്കേസ് തുടങ്ങി 20ഓളം ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. മുൻപ് കാപ്പ ചുമത്തി ഇയാളെ നാടുകടത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ ASI സുനിത, CPOമാരായ വിജിത്, വിനീത്, ദിനേശ്, സിയാദ്, ഷറഫ് എന്നിവരും പ്രത്യേക സംഘാംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, നിബിൻ ദാസ്, ജിയോ ജേക്കബ് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ആക്രമണത്തിന് സഹായം നൽകിയ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.